ഹലോ, അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ അല്ലേ? അൽഹംദുലില്ലാഹ്, ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്കിന്ന് റമദാൻ 3 അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ? അപ്പോൾ ഇന്ന് ഒത്തിരി വിശേഷങ്ങളും വിഭവങ്ങളും ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇത് മീൻകറിയാണ് ഇപ്പൊ ഞാൻ വെക്കുന്നത്. നമുക്ക് കടിക്കാനിക്ക് മീൻകറിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പൊ അയില കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് വാട്ടിയിട്ട് മല്ലിക്കറി ആക്കിയിട്ട് വെക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സവാളയും തക്കാളിയും പച്ചമുളകും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ കൂടി ഇട്ടിട്ട് ഇതാ നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ മുഴുവൻ വീഡിയോസ് ആയിട്ട് അങ്ങനെ ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. അപ്പൊ എൻ്റെ കൈയുടെ പെയിന് ഓവറാണ് കേട്ടോ. അപ്പൊ ഞാൻ എങ്ങനെയൊക്കെയോ ആണ് ഇപ്പോൾ ഓരോന്നൊക്കെ ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് വെക്കണം. മക്കൾക്ക് നോമ്പ് ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഫുഡൊന്നും ഇല്ലെങ്കിൽ ഭയങ്കര ഒരു ഇടങ്ങറാണ് എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പൊ ഞാൻ കുറച്ചൊക്കെ പണി ചെയ്യും, പിന്നെ കുറച്ചൊക്കെ കൈക്കൊന്നൊരു റെസ്റ്റ് കൊടുത്തിട്ട് പിന്നെ ഞാൻ പണിയെടുക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ നടത്തിയത്. അപ്പൊ ഞാൻ തക്കാളിയും സവാളയും ഇതൊക്കെ ഒന്ന് നല്ലോണം വഴണ്ട് വന്നപ്പോൾ അതിലേക്ക് ഞാനിതാ നമ്മുടെ പൊടികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഫിഷ് മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ ചേർത്ത് അത് നമുക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം കൂടെ ചേർത്തിട്ട് അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് തിളക്കാൻ വേണ്ടി വെക്കാം അല്ലേ. അപ്പൊ ഇതാ പാകത്തിന് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് അവിടെ കിടന്നിട്ട് ആവട്ടെ. അപ്പൊ ഞാൻ അത് കഴിഞ്ഞതിന്റെ ശേഷം നമുക്ക് സമോസ ഉണ്ടാക്കണം. അതുപോലെ ഇന്ന് ചോറ് വേണം പറഞ്ഞിട്ടോ ചിന്നുവിന് ചോറ് തിന്നായിരുന്നു എന്ന് പറഞ്ഞിട്ടോ. അപ്പൊ ഞാനൊരു ലേശം ക്യാബേജ് എടുത്തിട്ട് ഒന്ന് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് സമൂസ ഉണ്ടാക്കാനുള്ളതാണ് കേട്ടോ. അപ്പൊ അതിന് വേണ്ടി തക്കാളി സവാളയും അതുപോലെ പച്ചമുളകും എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ മുട്ട പുഴുങ്ങിയിട്ടിട്ടാണ് ഞാൻ സമൂസ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് 3 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ക്യാബേജിലേക്കുള്ള സവാളയും പച്ചമുളകും അതൊക്കെ അരിഞ്ഞതും അതെല്ലാം കൂടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാം റെഡിയാക്കി വെക്കുമ്പോൾ നമുക്ക് അടുപ്പത്ത് ചെയ്യുമ്പോൾ എളുപ്പമല്ലേ. പിന്നെ നമ്മൾ അയില കറി വെക്കാനുള്ളതിൽ നിന്ന് ഞാൻ വറക്കാൻ ഒരു 4-5 കഷ്ണം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊന്ന് മസാല പുരട്ടിയിട്ടൊന്ന് വെക്കട്ടെ. പിന്നെ അയില ഇപ്പൊ വറക്കൂല, അതുപോലെ ചോറും ഞാനിപ്പോ വെക്കൂല കേട്ടോ. രാത്രി ഒരു 10 മണിയും 10:30 ഒക്കെ ആയിട്ടേ കഴിക്കുള്ളൂ. അപ്പൊ ആ സമയം ആകുമ്പോഴത്തേക്ക് ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പൊ ഞാൻ അതൊന്നും വെച്ചിട്ടില്ല. പിന്നെ ഞാൻ അതിന്റെ ഇടയ്ക്ക് നമ്മുടെ കറിയിൽ ഞാൻ മീൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ മീനൊക്കെ വെന്തിട്ട് നമ്മുടെ കറിയൊക്കെ പാകമായിട്ടുണ്ട്. എണ്ണയൊക്കെ അതാ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കറി ആയിട്ടുണ്ട്, മീനൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിന്ന് കടിക്കാൻ എനിക്ക് ഉണ്ടാക്കാൻ വയ്യ കേട്ടോ. കൈ നല്ല വേദന കാരണം ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ ഇന്ന് പൊറോട്ട ആണ് വാങ്ങണത് കേട്ടോ. പൊറോട്ട വാങ്ങാന്ന് വിചാരിച്ചു. അപ്പൊ അതിലേക്ക് കറി വേണമല്ലോ കുറച്ച് അധികം ആക്കിയിട്ട്. അപ്പൊ അങ്ങനെ കറി വെച്ചത്. പിന്നെ ഞാൻ കറി ഇറക്കിയതിന് ശേഷം സമൂസക്ക് ഉള്ളത് ആദ്യം ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പച്ചമുളകും കറിവേപ്പിലയും സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഇതാ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പൊ അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നമുക്ക് സവാള ഒന്ന് വഴണ്ടിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി അങ്ങോട്ട് മൊരിഞ്ഞ് മൂത്ത് അങ്ങനെ വരണ്ട. നമുക്ക് ഈ സവാള ഒന്ന് കുഴഞ്ഞ് കിട്ടിയാൽ മതി. ആ പച്ചച്ചു വേണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറി സവാള ഒന്ന് കുഴഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. അപ്പൊ അതിലേക്ക് നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളിയും ഇതുപോലെ തന്നെ ഒന്ന് നല്ലോണം കുഴഞ്ഞ് കിട്ടിയാൽ മതി. വല്ലാണ്ട് മൂപ്പിച്ചെടുക്കണ്ട കേട്ടോ. നമുക്ക് സമൂസയിൽ നമുക്ക് കുറച്ചൊരു എന്താ പറയാ, വല്ലാണ്ട് കുഴഞ്ഞു പോയാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ സമൂസ കഴിക്കുമ്പോൾ. അപ്പൊ അത് ഒന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു ലേശം ഈ പൊടികളൊക്കെ ചേർക്കുന്നത് ലേശിച്ച് ചേർത്ത് കൊടുക്കുക. അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് ചില സമൂസ കഴിക്കുമ്പോൾ ഒരു കട്ടിപ്പ് ടേസ്റ്റ് വരാറില്ല. അപ്പൊ അതെന്താ വെച്ചാൽ നമ്മൾ പൊടികൾ ഓവർ ചേർത്തിട്ടാട്ടോ. അപ്പൊ അതിലേക്ക് എന്തൊക്കെ ചേർത്തെന്ന് വെച്ചാൽ ഒരു ലേശം ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്തിരി ഗരം മസാല ഇട്ട് കൊടുത്തു. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തു. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, അതുപോലെ പിന്നെന്താ മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞിട്ടുണ്ടായിരുന്നത് ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി ആ പൊടികളും ഒക്കെ ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അത് ഞാനിതാ ഇതുപോലെ കുഞ്ഞു 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 പീസാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലോണം നമുക്ക് ഈ ഒരു സവോളയുടെ മിക്സും മുട്ടയും കൂടിയിട്ട് നല്ലോണം മിക്സ് ആവണം കേട്ടോ. നമ്മളാ പൊടിയും മസാലപ്പൊടിയൊക്കെ ചേർത്തല്ലോ. അപ്പൊ അതും നമ്മൾ ഈ മുട്ട പൊടി ചേർത്തതും എല്ലാം കൂടി നല്ലോണം മിക്സ് ആക്കി എടുക്കുക.
അപ്പൊ അത് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ അത് ഇറക്കി അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഞാൻ ആ ചീനച്ചട്ടി തന്നെ കഴുകിയിട്ട് വെച്ചു കൊടുത്തു. നമുക്ക് ക്യാബേജ് ഉണ്ടാക്കണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സവാളയും പച്ചമുളകും അതുപോലെ കറിവേപ്പിലയും ഒരു ലേശം കടുകിട്ട് പൊട്ടിച്ചിട്ട് അതൊക്കെ ഒന്ന് മൂപ്പിച്ചു. അതിലേക്ക് ഞാൻ നമ്മുടെ ക്യാബേജ് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിലൊരു നുള്ള് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് അപ്പൊ ഇനി ഇത് നമുക്ക് ഈ അടുപ്പത്ത് കിടന്നിട്ട് ആവട്ടെ. അപ്പൊ ഞാൻ തീയൊക്കെ ഒന്നുകൊണ്ട് വലിച്ചു വെച്ചിട്ടുണ്ട്, കരിയണ്ടെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പൊ അത് ആ ചൂടിൽ കിടന്നിട്ട് ആയിക്കോളും. അപ്പൊ ക്യാബേജ് ആകുമ്പോഴത്തേക്കും നമുക്ക് സമൂസയുടെ ഫില്ലിങ്സും ഒക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വെക്കാല്ലേ. അപ്പൊ ഇതൊന്ന് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ക്യാബേജും റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ ഞാൻ ഷീറ്റൊക്കെ ഒന്ന് വേറെടുത്തിട്ട് ഒന്ന് വെക്കട്ടെ ആദ്യം. അപ്പൊ ഇന്ന് വേറെ പൊരിക്കടിയൊന്നും ഇല്ല കേട്ടോ, നമുക്കിന്ന് സമൂസ മാത്രമാണ്. പിന്നെ ഒരുപാട് തരങ്ങൾ ഉണ്ടായാലൊന്നും ചിലവാവില്ല കേട്ടോ ഇവിടെ. അപ്പൊ നമ്മൾ എന്തിനാ വേസ്റ്റ് ആക്കാൻ വേണ്ടി കുറെ തരങ്ങൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. പിന്നെ സമൂസ എന്താ വെച്ചാൽ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അത് അവർ ചിലപ്പോൾ ഒരാൾ രണ്ടെണ്ണോ അല്ലെങ്കിൽ മൂന്നെണ്ണോ ഒക്കെ കഴിക്കും, അത്രക്ക് ഇഷ്ടമാണ് സമൂസ. പിന്നെ ഒത്തിരി ഫ്രൂട്ട്സും കാര്യങ്ങളും അങ്ങനെ ഒന്നും വെക്കൂല. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോ എന്താ വെച്ചാൽ കുറേ ബാലൻസ് വരൂല. അപ്പൊ അതാണ് കേട്ടോ. അപ്പൊ ഞാനിതാ സമൂസ ഒക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുകയാണ് കേട്ടോ. സമൂസ ഒക്കെ ഇതാ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ ഫില്ലിങ്സ് കഴിയുന്നവരക്കുള്ള സമൂസ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ 12 എണ്ണം കിട്ടിയിട്ടുണ്ട് നമുക്ക് ആ ഒരു ഫില്ലിങ്സ് കൊണ്ട്. അപ്പൊ ഇനി നമുക്ക് ബാക്കി വരുന്ന സമൂസ ഷീറ്റ് ഉണ്ടല്ലോ, അപ്പൊ അത് ഇതുപോലെ ഒന്നുകിൽ ഒരു ബോട്ടിൽ എന്തിനേലും ഇട്ട് വെച്ചിട്ട് നല്ല അടച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുക. അതല്ലെങ്കിൽ ഒരു കവറിലാണെങ്കിലും എയർ ടൈറ്റ് ആയിട്ട് നല്ല ടൈറ്റ് ആക്കിയിട്ട് എടുത്ത് വെക്കുക കേട്ടോ. അതെന്താ വെച്ചാൽ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു കുഴഞ്ഞതൊക്കെ മാറിയിട്ട് കുറച്ച് ബലം വെക്കും, അതുപോലെ പെട്ടെന്ന് നാശാവും കേട്ടോ. അപ്പൊ അത് ഞാൻ വെച്ചിട്ട് ഞാനത് ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ക്യാബേജ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ ഞാൻ അടുപ്പത്ത് നിന്ന് ഒഴിവാക്കിയിട്ട് പിന്നെ നമുക്ക് സമൂസ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എണ്ണയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇവിടെ ഒന്ന് മൊരിഞ്ഞ് കിട്ടണം കേട്ടോ. നമുക്ക് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് മൊരിയണം അവർക്ക്. അപ്പൊ അതുകൊണ്ട് ആ ഒരു രീതിക്ക് ഒന്ന് കളർ മാറ്റിയിട്ട് എടുക്കുകയാണ് കേട്ടോ. പിന്നെ കുറേ എണ്ണ ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. നമുക്ക് സമൂസ ഒക്കെ പൊരിക്കുമ്പോൾ മുങ്ങാനുള്ള എണ്ണ ഒക്കെ ഒഴിച്ചു കൊടുക്കുമല്ലോ, അപ്പൊ അങ്ങനെ ചെയ്തിട്ടില്ല. അതായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാനത് കോരി മാറ്റട്ടെ കേട്ടോ. നമുക്കിപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുമ്പോഴും ഒക്കെ കയ്യിൻ്റെ പെയിന് ഓവറാണ് കേട്ടോ. നല്ല വേദന ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഇന്ന് കടിക്കാനും ഒന്നും ഉണ്ടാക്കാൻ നിൽക്കാത്തത്. അപ്പം ഞാനിത് ഈ ബാക്കി എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ കേട്ടോ. അത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഞാൻ നമുക്ക് അതിൻ്റെ മുകളിൽ ആ ചെറിയ റിങ്ങൊക്കെ വെച്ച് കൊടുത്ത് പിന്നെ ഞാൻ കട്ടൻ ചായക്കുള്ള വെള്ളം കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ചായക്കുള്ള വെള്ളം അത് അങ്ങനെ കിടന്ന് തിളച്ചിട്ട് ചായയും കൂടി ആയാലും നമുക്ക് അതും കൂടെ അടുപ്പത്ത് തന്നെ ഉണ്ടാക്കി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ മകരിബൊന്നും ആയിട്ടില്ല കേട്ടോ, കുറേ സമയം ഇനിയുണ്ട് കേട്ടോ ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ സുന്ദരി ഇതാ അവിടെ ചീത്ത അറിയാട്ടോ. നമ്മുടെ ചിന്നുവിനൊക്കെ പോയിട്ട് ചിന്നുവിനോടൊക്കെ ചൂടാവുന്നുണ്ട്. അപ്പൊ അവൻ നന്നാരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നന്നാരി ഉണ്ടാക്കുമ്പോൾ അതിൽ നാരങ്ങൊക്കെ പിഴിയുമ്പോൾ അത് വായിലാക്കി കൊടുക്കാൻ പറയട്ടോ. അപ്പൊ അത് വായിലാക്കി കൊടുന്ന് കാണിച്ചു തരികയാണ്. അപ്പൊ അങ്ങനെ കുറച്ച് സമയം പിന്നെ ഇവളായിട്ടൊന്ന് കളിച്ചിട്ട് പിന്നെ ഞാൻ ഓതാനും ഒക്കെ ഇരുന്നു കേട്ടോ. അപ്പൊ അവൾക്ക് അവളെ കൂടെ കിടക്കാൻ വേണ്ടിട്ടാ, പോയി കിടന്ന് കളിക്കാൻ വേണ്ടിയിട്ട് കുറെ നേരമായി വിളിക്കുന്നു കേട്ടോ. ഇപ്പൊ ചിന്നുവിനെ ചീത്ത അറിയാ. അവരൊന്നും എടുക്കാനും തൊടാനൊന്നും പറ്റൂല കേട്ടോ. അപ്പൊ ചീത്ത അറിയും. സലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈയൊക്കെ തരും കേട്ടോ. ഒറ്റക്ക് നടന്ന് കളിക്കണ പോലെയല്ല, നമ്മൾ കൂടെ കളിക്കാൻ നമ്മളെ കിട്ടിയാൽ അവൾ കുറച്ചും കൂടി ഹാപ്പിയാണ് കേട്ടോ. ഭയങ്കര കളിയും പിന്നെ ഓരോന്നും കാട്ടിക്കൊണ്ടിരിക്കും.
പിന്നെ കുറച്ചു നേരം ഇതാ നമ്മുടെ സുന്ദരിയുടെ അടുത്ത് കുറച്ചു നേരം കിടന്നെടുത്തു. അപ്പോൾ അവള് കുറേ കിടന്ന് കളിച്ചു, കുറേ എന്തൊക്കെയോ പറയണുണ്ട്. അപ്പോൾ ഒരു ഈന്തപ്പഴമൊക്കെ എടുത്ത് കൈ കൊടുത്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അത് കഴിക്കുകയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഓതാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. പിന്നെ ഒരു ബാങ്ക് കൊടുക്കുന്ന ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ മുന്നേ ആയപ്പോൾ സനമോൾ ഇതാ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒക്കെ ഒന്ന് വെക്കുന്നുണ്ട്. ഫ്രൂട്ട്സ് ഒക്കെ എന്ന് പറയാനില്ല, ഇതാ മുസമ്പിയും അതുപോലെ ആപ്പിള് അതുപോലെ എന്താ ലക്ഷം മുന്തിരി ഉണ്ട്. പിന്നെ തണ്ണിമത്തൻ ഉണ്ടായിരുന്നു. തണ്ണിമത്തൻ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ജ്യൂസ് പോലെ ഒന്ന് ക്രഷ് ആക്കി എടുത്തു കേട്ടോ. അപ്പോൾ ഇതാ ബാങ്കിന്റെ കുറച്ച് സമയം മുന്നേ ആയപ്പോൾ ഇതാ എല്ലാം ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നന്നാരി സർബത്തും ഉണ്ട്, അതുപോലെ ഇതാ തണ്ണിമത്തൻ ഒന്ന് ക്രഷ് ചെയ്തതുണ്ട്. അപ്പോൾ വേറെ ജ്യൂസ് ഇല്ല, അപ്പോൾ ഞാൻ തണ്ണിമത്തൻ വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ആപ്പിള്, മുന്തിരി, അതുപോലെ മുസമ്പി, പിന്നെന്താ ഈന്തപ്പഴം, പിന്നെ സമൂസ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നോമ്പ് തുറക്കുമ്പോഴത്തെ വിഭവങ്ങൾ കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് കുറേ കഴിഞ്ഞിട്ട് കാണാം അല്ലേ. പിന്നെ നിസ്കാരം എല്ലാം കഴിഞ്ഞ് ഇപ്പൊ സമയം 10 മണിയാണ്. അപ്പൊ ഒരു 10:30 ആയിട്ട് ഫുഡ് കഴിക്കോളൂ കേട്ടോ. അപ്പൊ 10 മണിയാ. അപ്പോഴാണ് ഞാൻ ചോറൊക്കെ വെച്ചത് കേട്ടോ. ചൂട് കൊടുക്കാൻ ചോറ് കഴിച്ച പിന്നെ അത്താഴത്തിന് എണീക്കുമ്പോൾ ഞാൻ ഷിനുവിന് വേണമെങ്കിൽ ചോറ് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അത്രയും ലേറ്റ് ആക്കി ചെയ്തത് കേട്ടോ. പിന്നെ അതാ ഈ മീനുണ്ടല്ലോ, അതിപ്പോ മോന് വരുമ്പോ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പൊ എന്ത് മീനാന്ന് എനിക്ക് അറിഞ്ഞൂടാ, നല്ല കറുപ്പ് കളറിലുള്ള ഒരു മീനാണ്. അപ്പൊ അത് വറക്കണം എന്ന് പറഞ്ഞപ്പോ ഞാൻ അതും മസാല ആക്കിയിട്ട് അതും ലേശം വറുത്തു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞൊരു 10:30 ആയിട്ടാണ് ഇപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെക്കണത് കേട്ടോ. ഇപ്പൊ സമയം 10:30 ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കട്ടെ. അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോവല്ലേ കേട്ടോ. നമ്മുടെ ചാനലിൽ ഒരുപാട് റെസിപ്പികളും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കിയിട്ട് നിങ്ങൾ അതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി ഒന്ന് ഫീഡ്ബാക്ക് ഒക്കെ തരണം കേട്ടോ. നമ്മളെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായിട്ട് ഒന്ന് അറിയിക്കണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയുമ്പോഴും അത് വായിക്കുമ്പോഴും നമുക്ക് ഒത്തിരി സന്തോഷമാണ്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എന്നെപ്പോലുള്ളവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പതാ നമ്മുടെ ഫുഡ് ഇതാ പൊറോട്ട കൊണ്ടുവന്നു കേട്ടോ. പൊറോട്ട അതാ, അതുപോലെ പപ്പടം, പിന്നെ അയല വറുത്തതും ഉണ്ട്, പിന്നെ ആ മോന് കൊണ്ടുവന്ന മീൻ വറുത്തതും ഉണ്ട്. അതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ ഇടക്ക് ഓതും ഒക്കെ ചെയ്യുമ്പോൾ ചിന്നുവിൻ്റെ ഓതിലൊക്കെ കഴിഞ്ഞ സമയത്ത് ചിന്നു ഉണ്ടാക്കിയതാണ് കേട്ടോ. സോയാബീൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ മിനി സോയാബീൻ ഉണ്ടല്ലോ, അതാണ് അത് കേട്ടോ. അപ്പോൾ അത് നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കുമല്ലോ നമ്മൾ. കോൺഫ്ലോറും മസാലപ്പൊടികളും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ കൂടി ചേർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല എരിവൊക്കെ ഉണ്ട്. അപ്പം അത് ഓന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതും ഉണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ കേട്ടോ. പിന്നെ നമ്മുടെ ഉപ്പേരിയും അവിടെ മീൻകറി, അങ്ങനെയൊക്കെ ഇന്നത്തെ ഫുഡ് ഐറ്റംസ്. അപ്പം നമ്മുടെ സുന്ദരി അവിടെ വന്നിരുന്നു. അപ്പം സുന്ദരിക്ക് ഞാൻ കുളിപ്പിച്ച് ചോറൊക്കെ കൊടുത്തതാണ് കേട്ടോ. എന്നിട്ട് കൊടുന്നിരുത്തിയതാണ്. അപ്പോൾ കൂടെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പെറുക്കി കഴിച്ചോട്ടെ വെച്ചിട്ട് ഇരുത്തി. അപ്പോൾ ഞാൻ സോയാബീനൊക്കെ ഒന്ന് പാത്രത്തിൽ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പം അത് ഇഷ്ടമായിക്കണ്. കഴിക്കുമ്പോൾ എരിവുണ്ടെങ്കിലും അവളത് കഴിക്കുന്നുണ്ട്. അപ്പൊ എണീറ്റ് നടക്കുന്നതും ഒരുപാട് കുരുത്തക്കേട് കാണിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. സോയാബീൻ വറുത്തത് എനിക്ക് ഇഷ്ടമായിട്ടാ, ഞാനും കഴിച്ചു. അത് നല്ല മുരുമുരേനുണ്ട്. പകുതി ആൾക്കാർ ടേബിൾ മേലും പകുതി ആൾക്കാർ താഴത്താണ് പോയി ഇരുന്നത് കേട്ടോ. അപ്പൊ ചിന്നൂനുള്ള ചോറൊക്കെ ഒന്ന് വിളമ്പി കൊടുക്കാണ്. ചോറ് എല്ലാവർക്കും ഇഷ്ടമല്ല കേട്ടോ, എല്ലാവരും കഴിക്കൂല. അതല്ലെങ്കിൽ നമുക്ക് ചോറും കറിയും ഉപ്പേരി അങ്ങനെയൊക്കെ ആക്കിയാൽ മതി. പക്ഷെ എല്ലാവർക്കും പറ്റൂല ചോറ്.
കഴിഞ്ഞു, അതുപോലെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ അത് അടുക്കളൊക്കെ ക്ലീൻ ആക്കി, നമ്മുടെ സിങ്കും അതുപോലെ ഗ്യാസ് സ്റ്റോപ്പും എല്ലാം ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ അറിയിക്കണേ. അതുപോലെ വീഡിയോസിന് ഒന്ന് ലൈക്ക് അടിക്കാനും മറക്കല്ലേ കേട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.